അംബികാസുധൻ മാങ്ങാട് 1962 ഒക്ടോബർ 8 കാസർഗോഡ് ജില്ലയിലെ ബാര ഗ്രാമത്തിൽ ജനിച്ചു. ജന്തുശാസ്ത്രത്തിൽ ബിരുദവും കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് മലയാളത്തിൽ ബിരുദാനന്തര ബിരുദവും എംഫിലും നേടി. 1987 മുതൽ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ മലയാള വിഭാഗം അധ്യാപകനായി പ്രവർത്തിച്ചു. 2019 വിരമിച്ചു. പ്രധാന കൃതികൾ: കുന്നുകൾ പുഴകൾ, രാത്രി, എൻ മകജെ, 2 മുദ്ര, ജീവിതത്തിന്റെ മുദ്ര, കൊമേഴ്ഷ്യൽ ബ്രേക്ക്, വാലില്ലാത്ത കിണ്ടി, ഒതേനന്റെ വാൾ, മരക്കാപ്പിലെ തെയ്യങ്ങൾ, 2 മത്സ്യങ്ങൾ, ചിന്താവിഷ്ടിയായ സുമംഗല, ഇപ്സിയ മലബാറിക്ക, പ്രാണവായു. കഥയിലെ കാലസങ്കല്പം എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുണ്ട്. പൊലീന്ദ്രം എന്ന ഡോക്യുമെന്ററി സംവിധാനം ചെയ്തു. കയ്യൊപ്പ് എന്ന ചലച്ചിത്രത്തിന് തിരക്കഥ എഴുതി. സാധാരണ വേഷങ്ങളാണ് ആദ്യ പുസ്തകം. ആഖ്യാനവും ചില സ്ത്രീകളും എന്നത് ആത്മകഥാകുറിപ്പുകളാണ്. 23 ചെറുകഥാ സമാഹാരങ്ങളും 2 നോവലുകളും 4 നിരൂപണ ഗ്രന്ഥങ്ങളും എഴുതി. 2000 കൊമേഴ്ഷ്യൽ ബ്രേക്ക് എന്ന കൃതിക്ക് ഇടശ്ശേരി മെമ്മോറിയൽ അവാർഡും, 2004 മരക്കാപ്പിലെ തെയ്യങ്ങൾ എന്ന കൃതിക്ക് ചെറുകാട് അവാർഡും, 2014 നീരാളിൽ എന്ന കൃതിക്ക് സത്യലാൽ അനുസ്മരണ അവാർഡും, 2015 പ്രൊഫസർ ശിവപ്രസാദ് ഫൗണ്ടേഷൻ അവാർഡ് ഫോർ ദ ബെസ്റ്റ് കോളേജ് ടീച്ചർ ഇൻ കേരള എന്ന അവാർഡും, 2017 എന്റെ പ്രിയപ്പെട്ട കഥകൾ എന്ന കൃതിക്ക് ദേശാഭിമാനി സാഹിത്യ പുരസ്കാരവും, കൂടാതെ അങ്കണം അവാർഡ്, ഇതൾ അവാർഡ്, BT പുരസ്കാരം, അബുദാബി ശക്തി അവാർഡ്, മലയാറ്റൂർ പ്രൈസ് തുടങ്ങിയ അവാർഡുകളും ലഭിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ കഥാകാരനായ ശ്രീ അംബികാസുധൻ മാങ്ങാടുമായി സംവദിക്കുന്നതിനുള്ള സുവർണാവസരം MGMലെ കുട്ടികൾക്ക് കൈവന്നിരിക്കുകയാണ്. വായനാ പക്ഷാചരണത്തോടനുബന്ധിച്ച് അംബികാസുധൻ മാങ്ങാടിൻ്റെ ഒട്ടുമിക്ക കൃതികളും ഞങ്ങളുടെ കുട്ടികൾ വായിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു നാടിൻ്റെ ദുരിതത്തെ, ഗ്രാമീണത്തെ, സൗന്ദര്യത്തെ, നാട്ടറിവുകളെ ഒക്കെ വായനക്കാരിലെത്തിക്കാൻ ശ്രീ അംബികാസുധൻ മാങ്ങാടിൻ്റെ കൃതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എൻമകജ് എന്ന കൃതി ഞങ്ങളെ ഒരുപാട് സ്വാധീനിച്ചു. അത് കാസർഗോഡിൻ്റെ മാത്രം ദുരിതമല്ല, മാനവരാശിയെ മൊത്തം ബാധിച്ച വലിയൊരു ദുരിതം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കൃതികളെ പരിചയപ്പെടുന്നതിനും അദ്ദേഹവുമായി സംവദിക്കുന്നതിനുമുള്ള വലിയൊരു ഭാഗ്യം ഞങ്ങൾക്കുണ്ടാക്കി തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മാനേജർ റെവറൻഡ് ഫാദർ സക്കറിയ വെളിയത്തിനെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ മാത്യു സാറിനെയും അധ്യാപകരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. കൂടാതെ ഞങ്ങളുടെ പ്രേക്ഷകരായ നിങ്ങളെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു സുവർണാവസരമാണ് ലഭിച്ചിരിക്കുന്നത്. ഈ ഒരു അസുലഭ നിമിഷത്തിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത കഥാകാരനായ ശ്രീ അംബികാസുധൻ മാങ്ങാടാണ്. പരിസ്ഥിതിയുടെ പ്രാധാന്യത്തിലൂന്നി വികസനത്തിന്റെ പേരിൽ പരിസ്ഥിതിയുടെ പരിശുദ്ധി തകർത്ത് വിനാശം വിതയ്ക്കുന്ന പുതിയ കാലത്തെ തലതിരിഞ്ഞ പരിഷ്കാരങ്ങളിൽ പകരം വയ്ക്കാനും പരിഹാരം കാണാനുമുള്ള പോംവഴികൾ തേടിയുള്ള പരക്കം പാച്ചിലും അതിനിടയിൽ ഉയരുന്ന ഇരകളുടെ തൊണ്ട പൊട്ടുന്ന നിലവിളികളും അതിന്റെ മാറ്റുലികളും കാതരമാക്കുന്ന കഥകളാണ് അംബികാസുധൻ മാങ്ങാടിൻ്റെത്. അദ്ദേഹത്തോട് സംവദിക്കാനുള്ള സുവർണാവസരമാണ് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത്. 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ 2 മത്സ്യങ്ങൾ എന്ന കഥ വായിച്ച ഓരോ വിദ്യാർത്ഥിയും ആഗ്രഹിച്ച നിമിഷമാണ് നമുക്കിന്നിവിടെ സാധ്യമാവുന്നത്. സാറിന്റെ കൃതികൾ സംസ്ഥാന കലോത്സവ വേദികളിൽ അവതരിപ്പിക്കാനുള്ള ഭാഗ്യവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഈ സംവാദത്തിൽ പങ്കെടുക്കാനെത്തിയ അംബികാസുധൻ മാങ്ങാടിനെ ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പം ഞങ്ങളെ എല്ലായ്പ്പോഴും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട മാനേജർ ഫാദർ സക്കറിയ വെളിയത്തിനെയും പ്രിൻസിപ്പൽ മാത്യു സക്കറിയെയും, ഇതിന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ബഹുമാനപ്പെട്ട അധ്യാപകരെയും പ്രിയ കൂട്ടുകാരെയും ഈ പരിപാടി കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഓരോ പ്രേക്ഷകരെയും ഞങ്ങൾ ഈ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി നമുക്ക് പ്രിയ കഥാകാരനോടുള്ള കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമസ്കാരം മാഷെ, എന്റെ പേര് ദേവനന്ദ. ഞാൻ മാഷിന്റെ ഇപ്സിയ മലബാറിക്ക, എൻ മകജെ, ചിന്താവിഷ്ടിയായ സുമംഗല, പ്രാണവായു തുടങ്ങിയ കൃതികളൊക്കെ വായിച്ചിട്ടുണ്ട്. മാഷെ, കഥ എന്നത് വെറും ഒരു ജീവിതാനുഭവമല്ല, അതൊരു പ്രവചനം കൂടിയാണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മാഷ് 6 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ പ്രാണവായു എന്ന കഥ. അതിൽ ഓക്സിജൻ കിറ്റ് അന്വേഷിച്ച് പുറത്തുപോയി കിറ്റിന്റെ ദൗർലഭ്യത്താൽ ശൂന്യമായ കൈകളോടെ നിസ്സഹായനായി നിൽക്കുന്ന കഥാപാത്രത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. നാളുകൾക്കിപ്പുറം ഈ കോവിഡ് കാലഘട്ടത്തിൽ സ്വന്തം കൂടപ്പറപ്പുകൾക്കായി പ്രാണവായു അന്വേഷിച്ചലയുന്ന അനേകം പേര് നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാഷിന്റെ പ്രാണവായു എന്നത് യാഥാർത്ഥ്യമാവുകയാണ്. കാലങ്ങൾക്ക് മുമ്പേ തന്നെ മാഷിന്റെ ഉള്ളിലേക്ക് എങ്ങനെയാണ് ഈ ചിന്ത കടന്നു വന്നത്? പ്രിയപ്പെട്ട
പ്രിൻസിപ്പൽ, അതുപോലെ പ്രിയപ്പെട്ട മാനേജർ, മറ്റ് അധ്യാപകരെ, രക്ഷിതാക്കളെ, പ്രിയമുള്ള കുട്ടികളെ, ആദ്യത്തെ ചോദ്യം പ്രാണവായു എന്ന കഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പാരിസ്ഥിതികമായ ഉത്കണ്ഠകൾ എപ്പോഴും ആവിഷ്കരിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. 40 കൊല്ലമായിട്ട്, 40-ലധികം കൊല്ലമായിട്ട് കഥകൾ എഴുതുന്നുണ്ട്. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യത്തെ കഥ എഴുതിയത്. പിന്നീട് ഏതാണ്ട് MA പഠിക്കുന്ന കാലം തൊട്ടാണ് പരിസ്ഥിതി കഥകൾ വരാൻ തുടങ്ങിയത്. പ്രാണവായു പോലെ ഒരു ഉദാഹരണം പറയാം. ഞാൻ കാര്യവട്ടം തിരുവനന്തപുരം ക്യാമ്പസിലാണ് MPhil പഠിച്ചത്. അപ്പോൾ അത് പഠിക്കുന്ന സമയത്ത് അവിടെ അക്കേഷ്യ നടുന്നുണ്ട് വ്യാപകമായിട്ട്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നിറയെ അക്കേഷ്യയാണ്. പ്ലാസ്റ്റിക് മരമാണ്. മരത്തിന്റെ ധർമ്മം ഒന്നും ഇല്ല. പ്രകൃതിക്ക്, ജൈവ വൈവിധ്യത്തിന് വളരെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന മരമാണ് അക്കേഷ്യ. അക്കേഷ്യ കാടാണ് എന്ന് പറഞ്ഞുകൂടാ, അത് ചുടുകാടാണ്. പക്ഷെ അത് മലയാളികൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല. ഞാനതേക്കുറിച്ച് ദീർഘമായി എഴുതുകയും ഒരുപാട് പ്രസംഗങ്ങൾ ചെയ്യുകയും 17 നമ്മുടെ മന്ത്രിസഭയ്ക്ക് ഒരു പരാതി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്കേഷ്യ നടില്ല എന്നുള്ളൊരു മറുപടി, ഉള്ള അക്കേഷ്യയൊക്കെ മുറിച്ച് വിറ്റ് തീർക്കും എന്നുള്ള മറുപടിയും സർക്കാർ തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജ് വഴി, ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ മെമ്മോറാണ്ടം കൊടുത്തതാണ് എൻ്റെ ലേഖനത്തോടൊപ്പം. അപ്പൊ ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് 36 കൊല്ലം മുമ്പ് അക്കേഷ്യ നടുന്ന സമയത്ത് ഒരു കഥ എഴുതി. അക്കേഷ്യക്കെതിരെ, ഫലവൃക്ഷങ്ങളാണ് നടേണ്ടത്, അക്കേഷ്യയല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതിലെ കഥാപാത്രം ഇങ്ങനെ പറയുന്ന ആളാണ്. ആ ചെറുപ്പക്കാരനെ ഹോസ്റ്റലിൽ മറ്റു കുട്ടികളൊക്കെ ചേർന്ന് പൂട്ടിയിട്ടു, ഭ്രാന്താണ് എന്ന് പറഞ്ഞിട്ട്. ആ ചെറുപ്പക്കാരൻ, അക്കേഷ്യക്കെതിരെ പ്രസംഗിച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരൻ ജനലിലൂടെ കഥയുടെ അവസാനം കാണുന്നത് ലോറികളിൽ അക്കേഷ്യ തൈകൾ കേരളത്തിലെ നാടുകളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകുന്നത് ആണ്. ഇന്ന് 36 വർഷത്തിന് ശേഷം നോക്കിയാൽ നിങ്ങൾക്ക് നാട്ടിലും കാട്ടിലും നിറയെ അക്കേഷ്യ കാണാം. അതിങ്ങനെ സ്പ്രെഡായി പോകും. കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതിയിൽ വന്നിട്ടുള്ളൊരു ക്യാൻസറാണ് അക്കേഷ്യ. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് വരുന്നു. ഞാൻ പറഞ്ഞത് ഫലവൃക്ഷങ്ങൾ നട്ടാൽ മതി, അക്കേഷ്യ ഭയങ്കര അപകടമാണ് എന്നാണ് കഥയിൽ പറഞ്ഞത്. കഴിഞ്ഞ കൊല്ലം മുഖ്യമന്ത്രി ഇതേ കാര്യവട്ടം ക്യാമ്പസിൽ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തു. എന്തായിരുന്നു? കാര്യവട്ടം ക്യാമ്പസിലെ 100 കണക്കിന് ഏക്കർ വരുന്ന അക്കേഷ്യ കാട് മുറിച്ചു മാറ്റിയിട്ട്, ചുടുകാട് മുറിച്ചു മാറ്റിയിട്ട് അവിടെ മുഴുവൻ ഫലവൃക്ഷങ്ങൾ നടണം എന്നായിരുന്നു തീരുമാനം. അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. നോക്കൂ, ഒരു കഥയിൽ 36 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോഴാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ കേരളത്തിൽ മുഴുവൻ ഈ മാരക ക്യാൻസർ വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഇല്ലായ്മ ചെയ്തില്ലെങ്കിൽ കേരളത്തിന് വലിയ അപകടമാണ്. അപ്പൊ ഇത് നമ്മൾ പ്രകൃതിയിലേക്ക് ഉറ്റുനോക്കുന്നത് കൊണ്ടാണ് ഇതുപോലുള്ള കഥകൾ, നീരാളിയൻ പോലെയുള്ള, മരക്കാപ്പിലെ തെയ്യങ്ങൾ പോലെയുള്ള, പ്രാണവായു പോലെയുള്ള കഥ എഴുതാൻ തോന്നുന്നത്. അത് തോന്നുമ്പോൾ എഴുതുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, ഒരുപാട് നന്ദി മാഷെ. എൻ്റെ പേര് ട്രീസ റോസ്. ഞാൻ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. എൻഡോസൾഫാൻ കീടനാശിനിക്കെതിരെയുള്ള സമരങ്ങളിൽ എന്നും മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ആളാണല്ലോ മാഷ്. അതിനെ തുടർന്ന് ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ നിന്ന് എൻഡോസൾഫാൻ കീടനാശിനി പൂർണ്ണമായും നിരോധിച്ചു കഴിഞ്ഞു. അപ്പോൾ അന്ന് നടത്തിയ സമരങ്ങളിൽ വിചാരിച്ച രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? നല്ല ചോദ്യമാണ്. എൻഡോസൾഫാൻ കാസർഗോഡ് ജില്ലയിൽ മാത്രമല്ല, ഇന്ത്യയിലാകമാനം നിരോധനമുണ്ട്. പക്ഷെ ചില ആനുകൂല്യങ്ങൾ നേടുകയും എൻഡോസൾഫാൻ കമ്പനി അത് കുറച്ചു കൊല്ലങ്ങൾ പകരം മറ്റൊരു കീടനാശിനി കണ്ടെത്തുന്നത് വരെ ഉപയോഗിക്കാമെന്നുള്ള നിലയിൽ ചില ഇളവുകളൊക്കെ നേടിയിട്ടുണ്ട്. ലോകത്തിൽ തന്നെ 100-ലധികം രാജ്യങ്ങൾ എൻഡോസൾഫാൻ മാരക വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞതിനെ കുറിച്ച് നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, ആ ഒരു സമരത്തിൽ വിജയം നേടാനായോ? 2004 മുതലാണ്, 3-ന് ശേഷമാണ് വലിയ സമരങ്ങൾ വരുന്നത്. അതിന് മുമ്പ് ഒറ്റപ്പെട്ട ചില നീക്കങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമരങ്ങളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട്. കുറച്ച് പരിസ്ഥിതി പ്രവർത്തകരുടെ
സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് സമരങ്ങൾ വലിയ നിലയിൽ മുന്നോട്ട് വന്നത്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആദ്യകാലത്ത് സമരങ്ങൾക്കെതിരായിരുന്നു. PS അച്യുതാനന്ദനെ പോലെയുള്ള ഒറ്റപ്പെട്ട വ്യക്തിത്വങ്ങൾ സമരത്തെ വലിയ രീതിയിൽ അനുകൂലിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ അനുകൂലിച്ചിരുന്നു. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്, പലരും നിഷേധിക്കുമായിരിക്കും, നമുക്കറിയാവുന്ന യാഥാർത്ഥ്യം. പിന്നീട് PS സർക്കാർ വന്നപ്പോഴാണ് ഈ കുട്ടികൾക്ക് ആനുകൂല്യങ്ങൾ, പെൻഷൻ, മരിച്ച കുടുംബങ്ങൾക്ക് ധനസഹായം കൊടുക്കുന്ന ഒരു പദ്ധതി വരുന്നത്. അതും കഴിഞ്ഞ് 2010 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്ന് എല്ലാവർക്കും പെൻഷൻ കൊടുക്കണം എന്നുള്ളൊരു ഉത്തരവിറക്കി. സുപ്രീം കോടതി പിന്നെ അത് നടപ്പിലാക്കാൻ പറഞ്ഞു. പക്ഷെ ഭരണകൂടം ഇപ്പോഴും അതൊന്നും മുഴുവൻ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോഴും ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈ മാസം ജൂൺ 30 വീണ്ടും അമ്മമാര് സമരത്തിനിറങ്ങാണ്. കൊറോണ കാലത്ത് സർക്കാർ തന്നെ 7000-ഓളം പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ദുരിതബാധിതരുടെ. അതിൽ പകുതിയോളം പേർക്ക് 2010 കൊടുക്കാൻ പറഞ്ഞ പെൻഷൻ ഇപ്പോഴും കൊടുത്തിട്ടില്ല, നഷ്ടപരിഹാരം ഇപ്പോഴും കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ നല്ല ചികിത്സയില്ല, വിദഗ്ധ ചികിത്സയില്ല. ചികിത്സയുണ്ട്, വിദഗ്ധ ചികിത്സയില്ല. കേരളത്തിൽ 32 മെഡിക്കൽ കോളേജ് ഉണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജ് പോലുമില്ല. 2013 തറക്കല്ലിട്ട മെഡിക്കൽ കോളേജ് ഇപ്പോഴും ആ അർത്ഥത്തിൽ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല. ഒരു ന്യൂറോളജിസ്റ്റിനെ അനുവദിക്കണമെന്ന് അമ്മമാര് സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് 10 കൊല്ലമായി. നാഡീവ്യവസ്ഥയെ ആണ് ഈ രോഗം ഏറ്റവും ബാധിക്കുന്നത് എന്നുള്ളതുകൊണ്ട് ന്യൂറോളജിസ്റ്റ് അത്യാവശ്യമാണ്. പക്ഷെ കാസർഗോഡ് ജില്ലയിൽ ഇത്രയേറെ കൊല്ലങ്ങളായിട്ടും ഒരു ന്യൂറോളജിസ്റ്റിനെ പോലും നിയോഗിക്കാൻ മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ബാക്കിയുണ്ട്. അതുകൊണ്ട് സമരം വിജയിച്ചു എന്നൊന്നും, ആദ്യകാലത്ത് സമരം എൻഡോസൾഫാൻ നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു, അത് നിർത്തി. പിന്നീട് നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു സമരങ്ങൾ നടന്നത്. അത് കുറച്ച് നഷ്ടപരിഹാരങ്ങൾ കിട്ടി. പിന്നെ എൻഡോസൾഫാൻ ദുരിതമുണ്ടാക്കിയ കൊലയാളികളെ അറസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കുറെ സമരങ്ങൾ ചെയ്തു. ഒരാളെ പോലും, പ്രതികളായി ഒരാളെ പോലും ഭരണകൂടങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. 24 കൊല്ലം പാടില്ലാത്ത വിധത്തിൽ, പാടില്ലാത്ത സ്ഥലത്ത്, പാടില്ലാത്ത രീതിയിൽ എൻഡോസൾഫാൻ കോരി ഒഴിച്ച, അതിന് നേതൃത്വം കൊടുത്ത, അതിന് ചുക്കാൻ പിടിച്ച ആളുകളെ ആരെങ്കിലും, ഈ കൂട്ടക്കൊലയാണ് നടന്നത് കാസർഗോഡ്. ഈ കൂട്ടക്കൊല നടത്തിയ ഒരാളെ പോലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ സമരം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല, സമരം തുടരുക തന്നെയാണ്. പെൺമകജ എന്ന നാട് നാഗത്തിന്റെയും സത്യത്തിന്റെയും ഒക്കെ നാടായിട്ട് അറിയപ്പെടേണ്ട ഒരു നാടാണ്. എന്നാൽ പുറം ലോകം അറിയുന്നത് ദുരിതത്തിന്റെ അല്ലെങ്കിൽ നിരന്തര സമരത്തിന്റെ ഒക്കെ ഒരു നാടായിട്ടാണ്. അപ്പോ കാസർഗോഡ് ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് സാറിന് എൻമകജയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്? എൻമകജ എന്നുള്ളത് ഒരു ഗ്രാമത്തിന്റെ പേരാണ്. ഇവിടെയുള്ള പല ഗ്രാമങ്ങളിലും എൻഡോസൾഫാൻ തളിച്ചിട്ടുണ്ട്, ഒരു ഗ്രാമത്തിൽ മാത്രമല്ല. എൻമകജ എന്നുള്ളത് കാസർഗോട്ടെ ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ല, കേരളത്തിലെ ഏത് ഗ്രാമത്തിനും ചേരാവുന്ന ഒരു പേരാണ്, ലോകത്തിലെ ഏത് ഗ്രാമത്തിനും ചേരാവുന്ന പേരാണ്. കാരണം ഇത്തരം രാസകീടനാശിനികൾ പല വിധത്തിൽ പച്ചക്കറികളിലൂടെയും ധാന്യങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും ഒക്കെ നമ്മുടെ നാട്ടിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ എത്തുന്നുണ്ട്. കുറച്ചു കാലം മുമ്പ് ഞാൻ വായിച്ചൊരു പഠനത്തിൽ പറയുന്നത്, മനുഷ്യന്റെ പൊക്കിൾ ചുഴിയിൽ 287 തരം രാസമാലിന്യങ്ങളും രാസകീടനാശിനികളും ഉണ്ടായിരുന്നു. അതിൽ പലതും ഗർഭസ്ഥ ശിശുക്കൾക്കും മനുഷ്യനും ഒക്കെ മാരകമായ രോഗമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അത്രമാത്രം മലിനമാണ് നമ്മുടെ പ്രകൃതി എന്നർത്ഥം. മനസ്സിലായില്ലേ? നമ്മുടെ പൊക്കിൾ ചുഴിയിൽ അത്രമാത്രം രാസമാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്ത് പ്രകൃതിയിൽ അത്രമാത്രം രാസമാലിന്യങ്ങൾ മനുഷ്യൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്, നിറച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളത് നോക്കണം. അതുകൊണ്ട് എൻമകജ എന്നുള്ളത് ഒരു ഗ്രാമത്തിന്റെ പേര് മാത്രമല്ല, നമ്മുടെ എല്ലാ ഗ്രാമങ്ങളുടെയും പേര് കൂടിയാണ് നോക്കണം. നമ്മൾ വാങ്ങിക്കഴിക്കുന്ന പച്ചക്കറിയിലൊക്കെ എത്രമാത്രം വിഷമുണ്ട് എന്നുള്ളത്, അതുകൊണ്ടാണ് നമ്മൾ തന്നെ കൃഷി ചെയ്യണം കഴിയുന്നതും എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കൃഷി ചെയ്ത സ്ഥലത്ത് നിന്ന് വാങ്ങി കഴിക്കണം എന്ന് പറയുന്നത്. അപ്പൊ എൻമകജ എന്നുള്ളത് പിന്നെ ഒരു സ്ഥലത്തിന്റെ പേര് മാത്രമല്ല എന്ന് ഞാൻ പറഞ്ഞത്. അത്തരം രോഗാവസ്ഥയിലുള്ള കുഞ്ഞുങ്ങൾ പല ഗ്രാമങ്ങളിലുമുണ്ട്, കേരളത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്, എൻഡോസൾഫാൻ തളിക്കാത്ത സ്ഥലങ്ങളിലുമുണ്ട്. എന്തുകൊണ്ടാ? അവിടെയൊക്കെ ഇതേപോലെ രാസവിഷങ്ങൾ എത്തുന്നുണ്ട്, അത് ജനിതക വൈകല്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. വേറെ എവിടെയും എന്തുകൊണ്ടാണ് ഇത്തരം രോഗമില്ലാത്തത് എന്ന് ചില കുത്സിത ബുദ്ധികൾ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു ഉത്തരം, ഞങ്ങളുടെ അടുത്ത് കർണാടക ജില്ലയാണ്, ഈ കർണാടക സംസ്ഥാനമാണല്ലോ, അതിന്റെ
സൗത്ത് ഭാഗത്തുള്ള ഒരു വലിയ ഏരിയയിൽ ഇതേപോലെ അനേകം ഏക്കറുകളിൽ പ്ലാന്റേഷൻ തോട്ടമുണ്ട്, കശുമാവിൻ തോട്ടമുണ്ട്. ഇതേപോലെ എൻഡോസൾഫാൻ 10-25 കൊല്ലം തളിച്ചിട്ടുണ്ട്. അവിടെ ഇതേപോലെ 10,000-കണക്കിന് കുഞ്ഞുങ്ങൾ കിടപ്പുണ്ട്. കുറെ പേര് മരിച്ചുപോയി. 8,000-ഓളം പേർക്ക് ഇപ്പോഴും ഇതേപോലെ ധനസഹായം, പെൻഷൻ കൊടുക്കുന്നു. ഇതേപോലെ വിചിത്ര രൂപമുള്ള കുഞ്ഞുങ്ങളാണ് അവിടെയുള്ളത്. എൻഡോസൾഫാൻ മാരക വിഷമാണ് എന്ന് പറയുന്നതിന്, തെളിയിക്കുന്നതിന് വേറെ അധികം തെളിവ് ദൂരം പോകണ്ട. കാസർഗോഡിന് തൊട്ടടുത്തുള്ള കർണാടകത്തിൽ പോയാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ തെളിവുകൾ ലഭിക്കും. പെന്മകജ എന്നൊരു പുസ്തകം ഞാൻ എഴുതുന്നത് ഒരു സമരത്തിന്റെ വഴി എന്നുള്ള നിലയിലാണ്. സമരത്തിന് ശക്തി പകരാൻ വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ്. ഞാൻ സമരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. സമരത്തിന് ഒന്നുകൂടി ആശയപ്രചാരണം കിട്ടാൻ വേണ്ടിയിട്ട് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകം എഴുതുമ്പോൾ തന്നെ ഞാൻ 2 കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. ഒന്ന്, ആ നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ കുഞ്ഞുങ്ങളെയോ അമ്മമാരെയോ ഒന്നും പോയി ഇന്റർവ്യൂ ചെയ്യില്ല എന്ന് തീരുമാനിച്ചിരുന്നു. അതിന്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല. എൻ്റെ മനസ്സിൽ ഇഷ്ടംപോലെ എനിക്കറിയാവുന്ന കുഞ്ഞുങ്ങളും അമ്മമാരും ഒരുപാട് ഗ്രാമങ്ങളിൽ പോയിട്ടുള്ളത് കൊണ്ട് അറിയാം. പിന്നെ എന്മകജ വായിച്ച കുട്ടികൾക്ക് ഓർമ്മ വരും. അതിലൊരു റബ്ബർ ബോയ് എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട്, റബ്ബർ ബേബി. ആ കുഞ്ഞിനെ ഞാൻ ഡോക്ടർ മോഹൻകുമാർ അവിടെ ചികിത്സിക്കുന്ന ആളുടെ അടുത്ത് പോയപ്പോൾ കണ്ടതാണ്. ഈ നോവൽ എഴുതാൻ വേണ്ടി അദ്ദേഹത്തുമായിട്ട് സംസാരിക്കാൻ പോയപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടതാണ്, ഞാൻ പോയി കണ്ടതാണ്. ആ കുഞ്ഞിനെയും കൂട്ടിയിട്ട് അമ്മ ഡോക്ടറെ അടുത്തേക്ക് വന്നതാണ്. ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഞാൻ ആകെ തകർന്നു പോയി. ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർത്തു എന്ന് പറയാനാണ്, അംഗൻവാടിയിലോ സ്കൂളിലോ ചേർത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ വന്നിരിക്കുന്നത് ഡോക്ടറെ അടുത്ത്. ആ സ്ത്രീ ചെറുപ്പക്കാരിയാണ്, കണ്ടാൽ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ കണ്ടിട്ട് അതൊരു മനുഷ്യന്റെ കുഞ്ഞാണ് എന്ന് എനിക്ക് തോന്നിയില്ല. കുരങ്ങന്റെ കുഞ്ഞിനെ പോലെയാണ് രൂപഭാവങ്ങൾ, ബോഡി ലാംഗ്വേജും അങ്ങനെയാണ്. ഞാൻ ഞെട്ടിപ്പോയി. ആ കുട്ടിയെ എൻ്റെ നോവലിൽ കാണാം നിങ്ങൾ. ആ കുട്ടിയെ സ്കൂളിൽ ചേർത്തു എന്ന് പറയാനുള്ള സന്തോഷം ഡോക്ടറെ അറിയിക്കാൻ വന്നതാണ്. ആ കുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഏത് ഭാഗത്തേക്ക് തിരിക്കാം അത്രേ. അതുകൊണ്ടാണ് ഡോക്ടർ തന്നെ റബ്ബർ ബേബി എന്ന പേരിട്ടത്. ഞാനപ്പോ ആലോചിച്ചത്, പരിണാമ ദിശയിൽ അനേകം നൂറ്റാണ്ടുകൾ കൊണ്ടാണല്ലോ മനുഷ്യൻ ഉണ്ടായത്. കുരങ്ങനിൽ നിന്നും വാലുമുറിഞ്ഞ് മനുഷ്യനുണ്ടായത് അനേകം നൂറ്റാണ്ടുകൾ കൊണ്ടാണല്ലോ. പക്ഷെ ഇവിടെ ഒറ്റയടിക്ക് വിഷം വീഴുമ്പോൾ ഒറ്റയടിക്ക് ഗർഭസ്ഥ ശിശു പരിണാമ ചക്രത്തെ കീഴ്മേൽ മറിക്കുകയാണ്. മനുഷ്യൻ കുരങ്ങനായിട്ട് മാറുകയാണ്. എന്തൊരു അത്ഭുതമാണ്! നമ്മുടെ ജനിതക ഘടനയിൽ എന്ത് വിധത്തിലുള്ള മാറ്റമാണ് ഇത് വിഷം ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഞാൻ തീരുമാനിച്ചത് കുഞ്ഞുങ്ങളെ ഒന്നും കാണില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ നോവൽ എഴുതിയത്. മറ്റൊരു തീരുമാനം ഞാൻ എടുത്തിരുന്നത്, എഴുതി കഴിഞ്ഞാൽ, അച്ചടിച്ചു കഴിഞ്ഞാൽ പൈസ കിട്ടും, വിറ്റുപോയാൽ നല്ല പൈസ കിട്ടും. അങ്ങനെ പൈസ കിട്ടിയാൽ ആ പൈസ സ്വന്തം ആവശ്യത്തിന് എടുക്കില്ല എന്ന് തീരുമാനിച്ചു. പിന്നെ നന്നായി വിറ്റുപോയി. നിങ്ങൾക്കറിയാം, എട്ട് യൂണിവേഴ്സിറ്റിയിൽ ടെക്സ്റ്റ് ബുക്കായി 10-20 പതിപ്പുകളിലധികം വന്നു. 4 ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു, ഇംഗ്ലീഷ് അടക്കം. അപ്പൊ അതുകൊണ്ട് റോയൽറ്റി ഇനത്തിൽ നല്ലൊരു സംഖ്യ കിട്ടി. പക്ഷെ അത് മുഴുവൻ ഈ കുഞ്ഞുങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയൊരു സന്തോഷം. അതോടൊപ്പം ഒരു ഭവന പദ്ധതി തുടങ്ങി. 9 വീടുകൾ ഈ റോയൽറ്റിയിൽ നിന്ന് തുടങ്ങിയതാണ്. 9 വീടുകൾ എൻഡോസൾഫാൻ വിക്ടിംസിന് ചെയ്തു കൊടുക്കാൻ പറ്റി. കോളേജിലെ കുട്ടികളുടെ സഹായത്തോടെ, സുരേഷ് ഗോപി പോലെയുള്ള ആളുകളുടെ സഹായത്തോടെ 9 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഈ റോയൽറ്റിയിൽ നിന്നാണ്. പക്ഷെ വേറൊരു മഹാസങ്കടം ഉണ്ടായിരുന്നത്, ഈ നോവലിലെ കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങൾ മരിക്കുമ്പോൾ പോയി കാണേണ്ടി വന്നു പലപ്പോഴും. നോവൽ എഴുതിയതിനു ശേഷം കവിതയും സുജിത്തും കലേഷും ശ്രീധരയും ശീലാപതിയും ഒക്കെ മരിക്കും പോയി കാണേണ്ടി വന്ന ഒരു വലിയ നിർഭാഗ്യമുണ്ടായി. അതും ലോകത്തിലെ ഒരു എഴുത്തുകാരനും ഇല്ലാത്തൊരു നിർഭാഗ്യമാണ്. സ്വന്തം കഥാപാത്രങ്ങളായ കുഞ്ഞുങ്ങൾ, അരജീവിതങ്ങളായ കുഞ്ഞുങ്ങൾ, 10ഉം 20ഉം 25ഉം വയസ്സ്, 40 വയസ്സൊക്കെയുള്ള കുട്ടികൾ, കൊച്ചു കുഞ്ഞുങ്ങളുടെ ശരീരം മാത്രമായിട്ട് ജീവിച്ചിരിക്കുകയും അവർ മരിച്ചു പോകുമ്പോൾ പോയി നിസ്സഹായനായിട്ട് മുന്നിൽ കണ്ട് നിന്ന് കാണേണ്ടി വരികയും ചെയ്ത ഒരു വലിയ ദുരന്തം ഉണ്ടായിട്ടുണ്ട്.
മകജയെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. തൽക്കാലം ഇത്രമാത്രം പറയുന്നു. നന്ദി. സാർ, എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാല്, രണ്ട് മത്സ്യങ്ങൾ തന്നെ ഇപ്പൊ രണ്ട് മത്സ്യങ്ങളുടെ ബുക്ക് വായിച്ചപ്പോൾ തന്നെ ആ ഒരു കഥ വായിച്ചപ്പോൾ തൊട്ട് തന്നെ സാറിന് ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇങ്ങനെയെങ്കിലും സാറിനെ കാണാൻ കഴിഞ്ഞിട്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അന്ന് ആ ബുക്ക് വായിക്കുന്ന സമയത്ത് തന്നെ ഈ ചൊവ്വാഴ്ചായിരുന്നെന്ന് ശൂലാപ്പുകാരിലേക്ക് രണ്ട് മത്സ്യങ്ങൾ പോവുകയാണ്. അപ്പം അതിലൂടെ അതൊക്കെ ശരിക്കും സത്യമായ കാര്യമാണ്, യാഥാർത്ഥ്യമാണ്, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുപോലെ അന്ന് തൊട്ട് സാറിന്റെ ഒരുപാട് കൃതികൾ ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊക്കെ കാണാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാല്, പ്രകൃതിയുടെ സത്യങ്ങളെ, ഒരുപാട് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ള സത്യങ്ങളെ സാറ് വളരെ രസകരമായ രീതിയിൽ സാറിന്റെ കൃതികളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതായത് രണ്ട് മത്സ്യങ്ങൾ തന്നെയാണ് അത് മെയിനായിട്ട് ഞാൻ കണ്ടത്. അപ്പം ഇങ്ങനെയാണ്. അപ്പം അതുപോലെ തന്നെ സാറിന്റെ മറ്റൊരു അഭിമുഖത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, സാർ പറയുന്നുണ്ട് ഈ ആമകളിൽ ആണും പെണ്ണും ആവുന്നത് എങ്ങനെയാണ്. അതായത് ആമ അന്തരീക്ഷത്തിന്റെ താപനില അനുസരിച്ചാണ്. അതായത് അന്തരീക്ഷത്തില് 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില എങ്കിൽ അത് ആൺകുഞ്ഞായിട്ടും ആണാമയായിട്ടും, അതുപോലെ തന്നെ 34 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ അന്തരീക്ഷ താപനില നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പെണ്ണാമയായിട്ട് വരും. അതിന് ശേഷമുള്ള താപനില അന്തരീക്ഷത്തിലുണ്ടെങ്കിൽ ഈ മുട്ട ചീഞ്ഞു പോകും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ മനസ്സിലുണ്ടാവുന്നതിന് മുന്നേ തന്നെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഒരിക്കൽ പോലും ഞാൻ തന്നെ ഈ വിവരങ്ങളൊക്കെ ഞാൻ എന്റെ കൂട്ടുകാരോട് പറഞ്ഞു വെച്ചു. അവരൊന്നും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേട്ടിട്ട് പോലുമില്ല. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോലും ഇത്തരം സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അമ്പരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കൗതുകം തോന്നുന്ന കാര്യങ്ങൾ സാറിന്റെ കൃതികൾ, എല്ലാ കൃതികളിലും തന്നെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സാർ എങ്ങനെയാണ് ഒരു കൃതി എഴുതുന്ന സമയത്ത് അതിനെക്കുറിച്ച് എന്തെങ്കിലും വിഷയത്തെ കുറിച്ച് കൂടുതൽ പഠിക്കാനോ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും മോളെ നല്ല ചോദ്യങ്ങളാണ്. നല്ല നിരീക്ഷണം, അഭിനന്ദനം അറിയിക്കുന്നു. എല്ലാ കുട്ടികളും നല്ല ചോദ്യങ്ങളാണ് ചോദിച്ചത്. എല്ലാവരെയും അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ നമ്മൾ എഴുതുമ്പോൾ ധാരാളം പഠിക്കാനുണ്ട്. നമ്മളെപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം, എഴുതുന്നവർ. അല്ലാത്തവരും വായിക്കണം. ഇപ്പോ രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ എഴുതാനുള്ള കാരണം പത്രത്തിൽ വന്നൊരു ചെറിയ വാർത്തയാണ്. ശൂലാപ്പ് കാവിലെ പ്രജനന കേന്ദ്രം പറ്റുന്നു, നെടുഞ്ചുരി മത്സ്യങ്ങൾക്ക് മുട്ടയിടാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ചെറിയ വാർത്തയാണ്, ആരും ശ്രദ്ധിക്കും അല്ലെ? നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ ഞാൻ ഇത്തരം ചെറിയ വാർത്തകൾ ചിലപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് അത് ഞാൻ ഇവിടെ ചീമേനി, ഇവിടുന്ന് ഒരു 15-20 കിലോമീറ്റർ പോയാൽ ചീമേനി കുന്നുകൾ ആയി. അത് എൻഡോസൾഫാൻ ഏരിയ ആണ്. അവിടെ പല വീടുകളിൽ ഞാൻ പോകാറുണ്ട്. അവിടെ സ്ഥിരമായിട്ട് ഞാൻ പോകുന്ന ശില്പ എന്ന് പറയുന്ന കുട്ടിയെ കാണാൻ പോകാറുണ്ട്. ഇപ്പൊ ആ കുട്ടിക്ക് 10-18 വയസ്സായി. അപ്പൊ ആ കുട്ടിക്ക് പിന്നെ എണീക്കാനൊന്നും പറ്റില്ല, കടപ്പിലായിരുന്നു. പിന്നെ കുറച്ചു കാലമായിട്ട് വീൽ ചെയറിൽ ഇരിക്കാൻ പറ്റും. പിന്നെ എഴുതാനൊക്കെ പഠിച്ചു, വായിക്കാനൊക്കെ പഠിച്ചു. ഞാൻ 2008 മുതലൊക്കെ പോകുന്നുണ്ട് അവിടെ, 7 മുതലൊക്കെ പോകുന്നുണ്ട്. കുട്ടിയെ കാണും. ആ കുട്ടിക്ക് ചികിത്സക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്യും. 2013 കാലത്ത് ഞാനവിടെ പോയപ്പോ ഈ വാർത്ത വന്നതിന്റെ ഓർമ്മയിൽ ഞാൻ അവരോട് ചോദിച്ചു, ശൂലാപ്പുകാവ് ഇവിടെ എവിടെയാണല്ലോ? അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ എന്നോട് പറഞ്ഞത് അവിടെ അടുത്താണ്, 1 കിലോമീറ്റർ. എന്റെ കൂടെ ഒരു അധ്യാപകനും എൻ്റെ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും കൂടെ അവിടെ പോയി ശൂലാപ്പുകാവ്. പോയപ്പോ വളരെ സങ്കടമുള്ള കാഴ്ചയാണ്. ആളുകളൊക്കെ കാവ് കയ്യേറിയിട്ടുണ്ട്, കുളം വറ്റുന്ന അവസ്ഥയാണ്, മീനുകൾക്ക് മുട്ടയിടാൻ വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. സങ്കടമായിട്ട് എന്റെ മനസ്സിൽ നിന്നു. അത് കഥയാക്കി കളയാമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ ഒരു കഥ എഴുതണം എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ അങ്ങനെ കഥ പെട്ടെന്ന് ഉണ്ടാവില്ലല്ലോ. ഞാൻ മത്സ്യങ്ങളെ കുറിച്ച് പഠിച്ചു. കുറച്ച് മത്സ്യങ്ങളുടെ പ്രജനനവുമായിട്ട് ബന്ധപ്പെടാവുന്ന ചില ലേഖനങ്ങളും കാര്യങ്ങളും പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കി. ചില സുഹൃത്തുക്കളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചു, ഒരു ഫയല് ഉണ്ടാക്കി വെച്ചു. പക്ഷെ കഥ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. നമുക്ക് ഉള്ളിൽ നിന്ന് ഒരു വരവ് വരണം. പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ എഴുത്ത് മേശപ്പുറത്ത് മുമ്പിലിരിക്കുമ്പോ ഒരു കഥ പെട്ടെന്ന് എഴുതിയേ പറ്റുന്നൊരു തോന്നൽ. എന്തിനെ കുറിച്ച് എഴുതുമെന്ന് തോന്നിയപ്പോ 2 മത്സ്യങ്ങളെ കുറിച്ച് എഴുതാം എന്ന് തോന്നി. ഉടനെ ഞാൻ ഫയല് പരിധി അത് കാണാനില്ല, ഒന്ന് റെഫർ ചെയ്യാന്ന് വെച്ചിട്ട് അത് കാണാൻ, എന്റെ പൊടി കാണാനില്ല. പക്ഷെ പെട്ടെന്ന് എഴുതിയേ പറ്റൂ. പെട്ടെന്ന് ഇരുന്ന്
എഴുതിയ കഥയാണ്. കഥയൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല, മനസ്സിൽ പെട്ടെന്ന് അങ്ങ് ഇരുന്ന് എഴുതി. അതാണ് രണ്ട് മത്സ്യങ്ങൾ എന്ന കഥ അങ്ങനെ സംഭവിച്ച ഒന്നാണ്. ഇപ്പൊ നീരാളിയൻ എന്ന കഥയെ കുറിച്ചാണല്ലോ കുട്ടി പറഞ്ഞത്. കടലാമകളെ കുറിച്ച് 2013 എഴുതിയ കഥയാണ്. രണ്ട് മത്സ്യങ്ങൾ എഴുതിയത് 2015. നീരാളിയൻ എഴുതുമ്പോ പക്ഷെ ഞാൻ ഇവിടെ മരക്കാപ്പ് കടപ്പുറത്ത് 10-20 കൊല്ലമായിട്ട് പോകുന്ന ഒരാളാണ്. ഇവിടെ കടലാമകൾ മുട്ടയിടാൻ വരും. എന്റെ ശിഷ്യന്മാരാണ് അവിടെ നെയ്തൽ എന്ന് പറയുന്ന കടലാമ സംരക്ഷണ കേന്ദ്രം തുടങ്ങിയത്. അവിടെ കടലാമകളുടെ മുട്ടകൾ എടുത്ത് സൂക്ഷിച്ചു വെച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ കടലിലേക്ക് വിടും. അപ്പൊ അങ്ങനെ കടലിലേക്ക് വിടുന്ന സമയത്തൊക്കെ എന്നെ വിളിക്കും. ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഈ കുഞ്ഞുങ്ങളെ ബക്കറ്റിൽ നിന്നും വാരി എടുത്തിട്ട് കടപ്പുറത്ത് വെക്കും. അപ്പൊ കടലിലേക്കെല്ലാം പോകും. കാണാൻ നല്ല രസമാണ്. അങ്ങനെ കുറെ കൊല്ലങ്ങൾ പോയി വന്നപ്പോഴൊന്നും കഥയാക്കണമെന്ന് തോന്നിയിട്ടില്ല. പക്ഷെ 2013 ഞാൻ അവിടെ പോയപ്പോ അവിടെയുള്ള എന്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇങ്ങനെ ബാംഗ്ലൂരിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സ്ഥാപനമാണല്ലോ, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുറച്ച് സയന്റിസ്റ്റുകൾ ഇവിടെ വന്നിട്ട് ചില പഠനങ്ങളൊക്കെ നടത്തി പോയിട്ടുണ്ട്. അവര് പറയുന്നത് ഇപ്പോ ആൺകുഞ്ഞുങ്ങൾ തീരെ ഇല്ലാത്തൊരവസ്ഥയുണ്ട്, പെൺകുഞ്ഞുങ്ങളാണ് കുറച്ചുള്ളത്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ആ അന്തരീക്ഷത്തിലെ താപനില അനുസരിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാവുന്നത്, മറ്റു ജീവികളെ പോലെയല്ല. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു. നേരത്തെ കുട്ടി പറഞ്ഞതുപോലെ 29 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ പ്രായണ ആൺകുഞ്ഞുങ്ങളായും 34 ഡിഗ്രി സെൽഷ്യസ് വരെയാണെങ്കിൽ പ്രായണ മുട്ടകൾ വിരിയുന്നുണ്ട്, പെൺകുഞ്ഞുങ്ങളും ഉണ്ടാവും. 34 ഡിഗ്രി സെൽഷ്യസിലും കൂടുതൽ പോകുമ്പോൾ ചൂട് മുട്ടകളൊക്കെ ചീഞ്ഞു പോകും. എനിക്ക് ആകെ പേടിയായി. കാരണം ഇപ്പൊ ചൂട് 40-ലേക്കൊക്കെ വരാൻ പോകില്ലേ, വന്നില്ലേ? അപ്പൊ മുട്ടകൾക്ക് എന്ത് സംഭവിക്കും? അതെന്നെ വല്ലാതെ അസ്വസ്ഥനാണ്. ഇതാണ് നമുക്ക് അസ്വാസ്ഥ്യം ഉണ്ടാക്കുന്നത്. 200 കോടി കൊല്ലം മുമ്പ് ദിനോസറുകളുടെ കാലത്തുണ്ടായ ജീവിയാണ് ആമ. ആമയുടെ വംശത്തെയാണ് മനുഷ്യനുണ്ടായിട്ട് എത്രയായി? 1,00,000 വർഷമേ ആയിട്ടുള്ളൂ ഏതാണ്ട്, അല്ലെങ്കിൽ 1.5. ഈ 1,00,000 വർഷം മുമ്പുണ്ടായ മനുഷ്യൻ 1 കോടി വർഷം മുമ്പല്ല, 200 കോടി വർഷം മുമ്പ് ഉദയം ചെയ്ത ഒരു ജീവിവർഗത്തെ ഉണ്ടാക്കി ആഗോളതാപനം കൊണ്ട് ഇല്ലാതാക്കുകയാണ്. മനുഷ്യൻ ആഗോളതാപനം കൊണ്ട് ഈ ജീവിയെ ഇല്ലാതാക്കുകയാണ്. ഭൂമിയുടെ അവകാശികൾ ആമകളാണ്, മനുഷ്യനാണോ? അല്ല. അവർക്ക് 200 കൊല്ലം മുമ്പ് പട്ടയം കിട്ടിയിട്ടുണ്ട്, 200 കോടി കൊല്ലം മുമ്പ് പട്ടയം കിട്ടി. മനുഷ്യനോ 1,00,000 വർഷമേ ആയിട്ടുള്ളൂ. അപ്പൊ ആരാണ് ഭൂമിയുടെ അവകാശികൾ? ആമകളാണ്. ഒരാമ വരുന്നത് കണ്ടാൽ നമ്മൾ 1 കിലോമീറ്റർ ദൂരെ പോയിട്ട് സാഷ്ടാംഗം തൊഴുത് പ്രണമിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അത്രേ നമുക്ക് അവകാശമുള്ളൂ. പക്ഷെ നമ്മൾ ഉടനെ അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് തിന്നും ആമയെ, അല്ലെ മുട്ട എടുത്തിട്ട് ഓംലെറ്റ് അടിക്കും. അപ്പോ ഇതൊക്കെ തോന്നിയപ്പോ ആമകളുടെ ഒരു വംശം തന്നെ ഇല്ലാതായേക്കുമോ എന്ന ഭീതിയിലാണ് നീരാളിയൻ എന്ന കഥ എഴുതിയത്. തൊട്ടടുത്ത വർഷം തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത് ശ്രദ്ധിക്കപ്പെട്ടു. ഗ്ലോബൽ വാർമിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കഥയാണത് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് ആ കഥ ഉണ്ടാവുന്നത്. അപ്പോ നമ്മളൊരു വിഷയം വരുമ്പോഴതുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ ശ്രമിച്ചിട്ട് തന്നെയാണ് എഴുതുന്നത്. പക്ഷെ എഴുതുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് പലതും കയറി വരികയും ഒരു കഥയുടെ രൂപത്തിൽ അത് പ്രബന്ധം അല്ലെങ്കിൽ പ്രബന്ധമാവില്ലേ? പ്രബന്ധമല്ലല്ലോ വേണ്ടത്, പ്രബന്ധം വേണം. പക്ഷെ ഇപ്പോ എഴുതേണ്ട കഥയല്ലേ? കഥയാവണമെങ്കിൽ ആ രീതിയിലുള്ള എഴുത്ത് ഉണ്ടാവണം. ഓക്കെ. വളരെയധികം നന്ദിയുണ്ട് മാഷെ. എൻ്റെ പേര് ഷത, ഞാൻ +2 വിദ്യാർത്ഥിയാണ്. മലയാളത്തിലെ മുൻനിര പ്രസിദ്ധീകരണങ്ങളിലൊക്കെ എഴുതുവാൻ മാഷിന് അവസരം ലഭിക്കുന്നുണ്ടല്ലോ. അത് എഴുതുന്നതിന് പിന്നിലെ മാഷിന്റെ അധ്വാനം, സഹനം എന്നിവയെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? കൂടാതെ കഥ എഴുത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളെ പോലുള്ള വിദ്യാർത്ഥികൾക്ക് അല്പം മുന്നറിവ് തരാമോ? കുട്ടികൾക്ക് അവരുടെ രചനകൾ പ്രസിദ്ധീകരിക്കാൻ ഒരുപാട് അവസരം അല്ലെ? ഇപ്പൊ എഡിറ്റർമാർ വേണ്ട, നേരെ ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ രചനകൾ പബ്ലിഷ് ചെയ്യാം. വേണ്ട അതിപ്പോ ഡിലീറ്റ് ചെയ്യാം. ആരോടും ചോദിക്കാതെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ രചന. പണ്ട് ഞങ്ങളുടെ കാലത്തൊന്നും ഇത് പറ്റില്ല. ഒരു രചന അയച്ചാല് ഒരുപാട് കാത്തിരിക്കേണ്ടി വരും. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എന്റെ ആദ്യത്തെ കഥ വരുന്നത് ഏതാണ്ട് 1 വർഷം കാത്തിരുന്നു. അച്ചടിക്കാമെന്ന് പറഞ്ഞിട്ട് 1 വർഷം കാത്തിരുന്നിട്ടാണ് അച്ചടിച്ചത്. ഇന്നിപ്പോ പെട്ടെന്ന് വരുമായിരിക്കും. അത് കുറച്ചറിയപ്പെടുന്ന എഴുത്തുകാരനായതുകൊണ്ട് പെട്ടെന്ന് വരുമായിരിക്കും.
പക്ഷെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്കോ മറ്റു രചനകൾ പുസ്തകങ്ങൾ ആഴ്ചപ്പതിപ്പുകളിലേക്കോ നിങ്ങൾ കഥകൾ അയച്ചാൽ അത് അച്ചടിച്ച് വന്നോളണം എന്ന് നിർബന്ധമില്ല. കാരണം അവർ പറയുന്നത് അവർക്ക് ഒരു ദിവസം തന്നെ 100 കണക്കിന് രചനകൾ വരുന്നുണ്ട്. അവർക്ക് ആഴ്ചയിൽ ഒരു കഥയല്ലേ കൊടുക്കാം. 100 കണക്കിന് കവിതകൾ ദിവസവും വരുന്നുണ്ട് അവിടെ ആഴ്ചപ്പതിപ്പുകളിലൊക്കെ. അപ്പൊ അവർക്ക് ഇതെല്ലാം കൊടുക്കാൻ പറ്റൂല. അപ്പൊ അവർക്ക് നല്ലത് എന്ന് തോന്നുന്ന 1-2 മാത്രമേ ആഴ്ചയിൽ കൊടുക്കൂ. അപ്പോ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ ഉണ്ട്. പണ്ട് അത്രയും പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ കാലത്ത്. ഞാൻ 6ാം ക്ലാസ്സിൽ എഴുതാൻ തുടങ്ങിയത് കൈയെഴുത്ത് മാസികയിലാണ് ആദ്യത്തെ കഥ. അച്ചടിച്ച് കഥ വരുന്നത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിലാണ്. അത് 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഒരു ചെറിയ കഥ അച്ചടിച്ച് വരുന്നത്. പിന്നെ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ കഥകൾ അച്ചടിച്ച് വരാൻ തുടങ്ങി. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഡിഗ്രി പഠിക്കുമ്പോൾ സെക്കൻഡ് BA പഠിക്കുമ്പോൾ എന്റെ കഥ കവർ സ്റ്റോറി ആയിട്ട്, ലേഖനം കവർ സ്റ്റോറി ആയിട്ട് വന്നു. അതൊരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ്. പിന്നെ കഥ അച്ചടിച്ചു വരാൻ തുടങ്ങുന്നത് 1987 മുതലാണ്. എന്റെ കഥകൾ ഏതാണ്ട് 10-36 കൊല്ലമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കഥകൾ വരുന്നു. ഏറ്റവും നിലവാരമുള്ള ആഴ്ചപ്പതിപ്പ് എന്നുള്ള നിലയിലാണ് ഞാനത് ഒന്നിന്റെ പേര് പറഞ്ഞത്. ബാക്കി മാധ്യമം, മലയാളം പോലെ ധാരാളം പ്രസിദ്ധീകരണങ്ങൾ, നല്ല നിലവാരമുള്ള പ്രസിദ്ധീകരണങ്ങൾ ഉണ്ട്. എന്നാലും മാതൃഭൂമിയിൽ കഥ വരാനാണ് എഴുതുന്ന ആളുകൾ എപ്പോഴും, എഴുതുന്ന കുട്ടികളൊക്കെ എപ്പോഴും കൂടുതൽ ആഗ്രഹിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു കഥ വരണം എന്നാണല്ലോ. അപ്പോ ഒരു കഥ അയച്ചിട്ട് അത് വന്നില്ലെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക, നമ്മൾ പുതുക്കിക്കൊണ്ടിരിക്കുക, മറ്റുള്ള രചനകൾ ധാരാളം വായിക്കുക, എന്നിട്ട് ചിന്തിക്കുക ആ രചനകൾ എങ്ങനെയാണ് നന്നായത്, നമ്മുടെ രചനകൾ എന്തുകൊണ്ടാണ് അത്ര നന്നായില്ല, നമ്മുടെ രചനകൾ പത്രാധിപര് തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്. അദ്ദേഹത്തിന് നമ്മളോട് ദേഷ്യമൊന്നുമില്ല, അദ്ദേഹത്തെ നമുക്ക് അറിയ പോലുമില്ല, അദ്ദേഹത്തിന് നിങ്ങളെ അറിയില്ല. അപ്പൊ തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ടാണ്, അതിന് കാരണം ഉണ്ടാവും. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും എഴുതുക. വലിയ മത്സരമാണ് ഒരു സാഹിത്യരംഗത്ത് നിലനിൽക്കുക എന്നുള്ളത്, കടുത്ത മത്സരമാണ്. കുട്ടികൾ മനസ്സിലാക്കുക. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ ഒരു പേരെടുക്കുക എന്നുള്ളത് ഇന്ന് വലിയ ബുദ്ധിമുട്ടാണ്. കാരണം 10,000-കണക്കിന് എഴുത്തുകാരുണ്ട് അല്ലെ, നമ്മുടെ ചുറ്റുമുള്ള എഴുത്തുകാർ, ഒരുപാട് എഴുത്തുകാരുണ്ട്. അപ്പൊ അതിലൊന്ന് ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ രചന വായിച്ചിട്ട് 4 ആള് ഓർമ്മിക്കണം. വായിക്കുമ്പോൾ തീർന്നു പോകരുത്. ഒരു കഥയോ നോവലോ നമ്മൾ വായിച്ചതോടുകൂടി അത് തീർന്നു പോകരുത്. വായിച്ചു കഴിഞ്ഞാലും അത് തുടരണം. വായിച്ചു കഴിഞ്ഞാലും ആ കഥയോ നോവലോ നമ്മളെ പിന്നാലെ വേട്ടനായിനെ പോലെ പിന്നാലെ വരണം. നമ്മളെ പിടിവിടില്ല അത്. നമ്മുടെ ഉറക്കത്തിലും ഉണർവിലും അത് നമ്മെ ചുറ്റി വരിഞ്ഞിരിക്കും, പാമ്പ് ചുറ്റിയതുപോലെ. ഇത്തരം പുസ്തകങ്ങളെയാണ് വായിച്ചാലും തീരാത്ത, എത്ര തവണ വായിക്കുമ്പോഴും പിന്നെയും മോഹിപ്പിക്കുന്ന. അങ്ങനെയാണ്. ഒറ്റ വായനയിൽ തീരില്ല ചില പുസ്തകങ്ങൾ, കവിതകൾ. പിന്നെയും പിന്നെയും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ചെറുതാവുന്നതിന് പകരം വലുതായിക്കൊണ്ടിരിക്കും. അതിന്റെ അർത്ഥഗാംഭീര്യങ്ങൾ കൂടുതൽ കൂടുതൽ ചുരുളഴിഞ്ഞിട്ട് ഇങ്ങനെ വരും. കൂടുതൽ കൂടുതൽ നീന്താൻ ഇടം കിട്ടും നമുക്ക്. MN വിജയന്റെ ഭാഷയിൽ പറഞ്ഞ മികച്ച കൃതികളിൽ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമുക്ക് നീന്താൻ സ്പേസ് കിട്ടും. അങ്ങനെ നീന്തുമ്പോൾ നമുക്ക് അർത്ഥങ്ങളുടെ ഒരുപാട് അടരുകൾ കാണാനും അർത്ഥങ്ങളുടെ ഒരുപാട് ഖനികളിലേക്ക് ആഴത്തിൽ മുങ്ങാനും പറ്റും. അങ്ങനെ ആഴത്തിൽ മുങ്ങി അർത്ഥങ്ങൾ തേടാനും നേടാനും പറ്റും. ഇത്തരം പുസ്തകങ്ങളെയാണ് നല്ല പുസ്തകങ്ങൾ എന്ന് പറയുന്നത്. സമകാലത്തിന് വേണ്ടിയിട്ടല്ല, സർവ്വകാലങ്ങൾക്കും വേണ്ടി എഴുതപ്പെടുന്ന രചനകളാണ്. 2015 പ്രാണവായു എഴുതുമ്പോൾ നല്ല അംഗീകാരം കിട്ടിയെന്ന് ചില പരിഹാസങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണല്ലോ അത് കൂടുതൽ വായിക്കപ്പെട്ടത്. ഈ കാലത്തിന് ചേർന്ന കഥയാണല്ലോ അത്. അന്ന് ആളുകൾ ചിലരെന്നെ പരിഹസിച്ചു, നിങ്ങൾ ഏത് വെള്ളരിക്ക പട്ടണത്തിലാണ്, എന്ത് ഭാവനയാണ്, ഇങ്ങനെയൊക്കെ കഥ എഴുതാൻ പാടുണ്ടോ, ഓക്സിജന് വേണ്ടിയിട്ട് ആളുകൾ പടഞ്ഞു മരിക്കുമോ. അങ്ങനെ എന്നെ പരിഹസിച്ച ഒരാള് വളരെ ബുദ്ധിമുട്ടി നമ്പർ സംഘടിപ്പിച്ചിട്ട് ഈയിടെ അപരിചിതനായ ആ മനുഷ്യൻ എന്നെ വിളിച്ചു കഴിഞ്ഞ ആഴ്ച. ആൾ എന്നോട് മാപ്പ് ചോദിച്ചു, തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് സാരമില്ല, ഞാനും ഇതൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ട് എഴുതുന്നതല്ലല്ലോ. നമ്മൾ പേടിപ്പിക്കാൻ എഴുതുന്നതാണോ ഇതൊക്കെ? പ്രാണവായുവും നീരാളിയും ഒക്കെ എഴുതുന്നത് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, മുന്നറിയിപ്പ് പോലെ എഴുതുകയാണ്. ഒരു പയ്യൻ ബൈക്കിൽ കുതിച്ചു പായുമ്പോ അമ്മ അല്ലെങ്കിൽ ഒരു ആള് മോനെ അങ്ങനെ പായല്ലേ, അപകടം പറ്റും, തല പൊട്ടിപ്പോവും എന്നൊക്കെ പറയുന്നത് ആ കുഞ്ഞിന്റെ തല പൊട്ടാനാണ്, അല്ല പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ കരുതലുകളാണ് സാഹിത്യം. അല്ലാതെ കാലം ഇരുണ്ടു പോകുമ്പോൾ വഴിയിൽ ഇരുട്ടത്ത് കത്തിച്ചു വെക്കുന്ന വിളക്കുകളാണ് സാഹിത്യ രചനകൾ. അത് പ്രകാശം ചുരുത്തിക്കൊണ്ടേയിരിക്കും. നല്ല കൃതികളാണെങ്കിൽ അത് കാലാന്തരത്തിലും പ്രകാശം ചുരത്തും. അതിന്റെ ചുവട്ടിൽ പോയിരുന്നാൽ അല്ലെങ്കിൽ ആ പുസ്തകങ്ങളുടെ ഉള്ളിൽ പോയിരുന്നാൽ നമുക്കും അതിന് വെളിച്ചം കിട്ടും. അതുകൊണ്ടാണ് വായിക്കണം വായിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വായനാവാരം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ,
സാറേ വളരെ നന്ദി സാറേ. സാർ എൻ്റെ പേര് മാളവിക ശിവൻ. ഞാൻ +2 വിദ്യാർത്ഥിയാണ് സാറേ. രണ്ടു മത്സ്യങ്ങൾ എന്ന കഥയുടെ അവസാന ഭാഗത്ത് ചിരഞ്ജീവിയായി തവള മരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ സാർ? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാശമില്ലാത്ത ഒന്നിന്റെ നാശത്തെയാണോ? ബുദ്ധൻ തൊട്ടതുകൊണ്ടാണ് തവള ചിരഞ്ജീവിയായത്. ശൂലാപ്പുകാവിലേക്ക് കയറി വന്ന ബുദ്ധൻ അറിയാതെ ചവിട്ടിപ്പോയപ്പോൾ തവളക്ക് വേദനിച്ചോ എന്ന് സങ്കടപ്പെട്ടു അതിനെ കയ്യിലെടുത്ത് പതുക്കെ അതിന്റെ പുറത്ത് തടവുമ്പോൾ കരുണ നിറഞ്ഞ ബുദ്ധന്റെ കണ്ണുകളിൽ കണ്ണുനീരും നിറയുന്നുണ്ട്. പ്രഭു എനിക്ക് വേദനിച്ചിട്ടില്ല എന്ന് തവള പറയുമ്പോൾ ബുദ്ധന് വേദന മാറുന്നില്ല. പഴയ മനുഷ്യൻ എത്രമാത്രം പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചിരുന്നു എന്ന്, പഴയ കാലത്തെ മനുഷ്യന് എത്രത്തോളം ഭൂതകാരുണ്യം ഉണ്ടായിരുന്നു എന്നും സൂചിപ്പിക്കാനാണ് ബുദ്ധൻ വന്നത്. പുതിയ മനുഷ്യൻ എന്താ ചെയ്യുന്നത്? മുട്ടയിടാൻ പോവുകയാണോ, മുട്ടയിട്ടിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരികയാണോ എന്നൊന്നും നോക്കാതെ, അല്ലെ, കത്തികളും വാളുകളുമായിട്ട് മത്സ്യങ്ങളെ വെട്ടിക്കൊല്ലാൻ നിൽക്കുകയാണ്. അതെന്താ സൂചിപ്പിക്കുന്നത്? പ്രകൃതിയിൽ നിന്നും എത്രമാത്രം മനുഷ്യൻ അകന്നുപോയി എന്നാണ്. പ്രകൃതിയോട് എത്രമാത്രം കൊള്ളയും കൊള്ളരുതായ്മകളുമാണ് മനുഷ്യൻ കാണിക്കുന്നത് എന്ന് പുതിയ മനുഷ്യൻ, ആധുനിക മനുഷ്യൻ, വികസന ഭ്രാന്തിൽ അടിപ്പെട്ടുപോയ മനുഷ്യൻ കാണിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ് പുതിയ മനുഷ്യനെ കൊണ്ടുവരുന്നത്. ആ വ്യത്യാസം മനസ്സിലാവാനാണ് കഥയിൽ അതൊക്കെ വന്നിരിക്കുന്നത്. എഴുതുമ്പോൾ യാദൃശ്യമായിട്ട് വന്നതാണെങ്കിലും അങ്ങനെ അർത്ഥം പറയാൻ അല്ലെ. അപ്പോ അങ്ങനെയുള്ള ഒരു ബുദ്ധൻ തൊട്ട തവള ഇന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? ഇന്ന് ആഗ്രഹിക്കുന്നത് മരണമാണ്. ഇങ്ങനെ ഒരു ലോകത്ത് ജീവിച്ചിരിക്കേണ്ട കാര്യമില്ല, എനിക്ക് മരിച്ചാൽ മതി. ഈ ലോകം കാവ് കത്തിക്കുന്നു, പാറ പൊട്ടിക്കുന്നു, അല്ലെ, വഴികളിലൊക്കെ ആളുകൾ കത്തികളും വാളുകളുമായിട്ട് കത്തി നിൽക്കുന്നു, ജീവജാലങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നു, തവളയുടെ വംശങ്ങളില്ലാതാവുന്നു. കോസ്റ്റാറിക്കയിലെ സ്വർണ്ണ തവള തൊട്ട് 98-100 ഇനങ്ങൾ ഇപ്പൊ തന്നെ ഇല്ലാതായി. പല തവളകളെയും നമ്മളിപ്പോ കാണുന്നില്ല, പുതിയ പുതിയ തവളകളൊക്കെ വരുന്നുണ്ട്. അത് പല ഭാഗങ്ങളിൽ നിന്നും ഈ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് വരുന്നതാണ്. ഇതൊക്കെ അപകട സൂചനകളാണ് എന്ന് മനസ്സിലാക്കണം, ഈ ജീവിവർഗങ്ങളിലുള്ള മാറ്റങ്ങളൊക്കെ. അപ്പോ അങ്ങനെ ചിരഞ്ജീവിയായ തവള സ്വയം മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് തവള മരണത്തിലേക്ക് പോകുന്നത്. അല്ലാതെ ചിരഞ്ജീവിയായ തവളക്ക് മരണം ഉണ്ടാവില്ല. അങ്ങനെയാണ് ഞാൻ ഭാവന ചെയ്തിട്ടുള്ളത്. ആ തവള മരിക്കുന്നതിന് മുമ്പ് എന്താ പറയുന്നത് കിളിമകളോട്? അലയോ കിളിമകളെ, നീ ഇങ്ങനെ നിന്റെ ദുഃഖത്തിന്മേൽ അടയിരിക്കരുത്, എന്ന് വെച്ചാൽ നീ കരഞ്ഞുകൊണ്ടിരിക്കരുത്. നിന്റെ സങ്കടങ്ങൾ നീ ലോകത്തെ പാടിക്കേൾപ്പിക്കൂ, എന്ന് വെച്ചാൽ പുതിയ കിളിപ്പാട്ടുകൾ ഉണ്ടാവട്ടെ എന്നാണ്. പണ്ട് കിളിപ്പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, പലരും പാടിയിട്ടുണ്ട്, എഴുത്തച്ഛനടക്കം. ആ സാമൂഹ്യ സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് പുതിയ കളിപ്പാട്ടുകളാണ് ഉണ്ടാവേണ്ടത്. ഏത് കളിപ്പാട്ടുകളാണ്? പരിസ്ഥിതി രാഷ്ട്രീയത്തിന്റെ കളിപ്പാട്ടുകൾ, പരിസ്ഥിതി വിവേകത്തിന്റെ കളിപ്പാട്ടുകൾ. അതുണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഥ അവസാനിക്കുന്നത്. ഓക്കെ. നമസ്കാരം മാഷെ, എന്റെ പേര് നിരഞ്ജന. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനം പോലെ തന്നെ എഴുത്തും ഒരു വലിയ സമര രീതിയാണല്ലോ. സാധാരണ അങ്ങനെയുള്ള എഴുത്തുകാരെ ജനങ്ങളും ഭരണകൂടവും നിശബ്ദരാക്കാറാണല്ലോ പതിവ്. മാഷിന് അങ്ങനെ എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ സമരത്തിൽ പങ്കെടുക്കുമ്പോൾ അതൊന്നും പരിഗണിച്ചിട്ടില്ല. എനിക്കെതിരെ എന്റെ സൽഫാൻ സമരത്തിൽ പങ്കെടുക്കുന്നതുകൊണ്ടും അമ്മമാരുടെ കൂടെ നിന്നിട്ട് റോഡ് പിക്കറ്റ് ചെയ്യുന്നതുകൊണ്ടും പലപ്പോഴും കേസുകൾ വന്നു. ഒരിക്കൽ ഒരു കേസിൽ 1ാം പ്രതി ഞാനായിരുന്നു. എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മൾ സമരം ചെയ്തത് ഈ നരകയാതന അനുഭവിച്ച് കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും അമ്മമാർക്ക്, പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ്, പണക്കാർക്ക് വേണ്ടിയിട്ടൊന്നും, അധികാരികൾക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് മാറി മാറി വരുന്ന ഭരണകൂടങ്ങളുടെ ഒരു ഇഷ്ട കഥാപാത്രമായിരിക്കില്ല ഞങ്ങളെപ്പോലെ കാണുന്നത്. അതിൻ്റെതായിട്ടുള്ള പല ദുരനുഭവങ്ങളും നമുക്ക് ഉണ്ടാവും. അതിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ല. പിന്നെ രാഷ്ട്രീയ നേതാക്കളുടെ കാല് പിടിക്കാൻ നമ്മൾ പോകാറില്ല. നമ്മൾ എല്ലാ കാലത്തും ഒരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണെങ്കിൽ പോലും ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇരയുടെ പക്ഷമാണ്, കഷ്ടപ്പെടുന്നവന്റെ പക്ഷമാണ്. ആ പക്ഷത്ത് നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും എല്ലാ സമരങ്ങളോടും, ജെന്യൂനായിട്ടുള്ള എല്ലാ സമരങ്ങളുടെയും കൂടെ നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും പൂർണ്ണമായി നിൽക്കാനൊന്നും പറ്റിയിട്ടില്ല. കാരണം നമ്മൾ അധ്യാപകനാണ്, എഴുത്തുകാരനാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ.
എന്നാലും കഴിയുന്നത്ര ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ. സാർ, എന്റെ പേര് ജാസിർ. ഞാൻ 12ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. സാറിന് കഥാകാരനാകാൻ പ്രചോദനം നൽകിയ ഏതെങ്കിലും വ്യക്തികളുണ്ടോ? ഉണ്ടെങ്കിൽ അവർ എങ്ങനെയാണ് സാറിന് പ്രചോദനമായിട്ട് മാറിയത്? പ്രചോദനം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു കുഞ്ഞ് പാടുന്നത്, ഒരു കുട്ടി ചിത്രം വരക്കുന്നത്, ഒരാൾ ഡാൻസ് ചെയ്യുന്നത്, അതൊക്കെ ഒരു ജനിതക പ്രേരണ ഉണ്ടല്ലോ. നമ്മുടെ ഉള്ളിൽ ജനിതകത്തിന്റെ ഒരു കുത്തുണ്ട്. ജനിതകം കുത്തും നമ്മളെ, അത് ചെയ്യൂ ഇത് ചെയ്യുന്നു. അങ്ങനെ ഒരു ജനിതകത്തിന്റെ പ്രേരണ കൊണ്ടായിരിക്കാം ഞാൻ, അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്തിനാണ് അങ്ങനെ ഒരു കഥ എഴുതിയത്? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ എഴുതിയൊരു കഥയുണ്ട്. അത് പ്രസിദ്ധീകരിച്ചിട്ടില്ല, പക്ഷെ ആ കഥ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അത് ഈ വൈറസുകളെ കുറിച്ചാണ്. എത്ര കൊല്ലം മുമ്പാണ് എന്നാലോചിച്ച് നോക്കാം. 1976-77 കാലത്താണ്. മനസ്സിലായില്ലേ? അപ്പോ ക്ലാസ്സിൽ ബയോളജി പഠിപ്പിക്കുന്ന അധ്യാപകൻ പറഞ്ഞു, നമ്മുടെ ചുറ്റും സൂക്ഷ്മജീവികളുണ്ട്, ബാക്ടീരിയകളും വൈറസുകളൊക്കെ. നമുക്ക് പക്ഷെ കാണാൻ പറ്റും. നമ്മൾ ഏത് സാധനം എടുത്താലും അതിലൊക്കെ നിറയേതുണ്ട്. നമ്മുടെ കയ്യിലൊക്കെ നിറയുണ്ട്, നമ്മുടെ ശരീരത്തിൽ നിറയുണ്ട്, നമ്മുടെ മുഖത്തൊക്കെ സൂക്ഷ്മ സുഷിരങ്ങൾ ധാരാളമുണ്ട്. നമ്മൾ പൗഡറൊക്കെ തേച്ചിട്ട് നടക്കുന്നു, സ്ത്രീകള് പെയിന്റ് അടിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഒരുപാട് ദ്വാരങ്ങൾ നമ്മുടെ ശരീരത്തിൽ, മുഖത്തൊക്കെ, അതിലൊക്കെ പല ജീവികളും പാർക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അദ്ദേഹം പറഞ്ഞൊന്നറിയില്ല. ഒരുപാട് സൂക്ഷ്മജീവികൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോ എനിക്ക് വലിയ അത്ഭുതമായി. അന്ന് രാത്രി കുത്തിയിരുന്നിട്ട് ഞാനൊരു കഥ എഴുതി. കഥ എന്താ? ഒരാൾക്ക് പെട്ടെന്ന് ഒരു ദിവ്യ ദൃഷ്ടി കിട്ടുന്നതാണ്. കാഴ്ച പെട്ടെന്ന് അയാൾക്ക് എല്ലാം കാണാം. നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. നമുക്ക് വലിയ ശബ്ദം കേൾക്കാൻ പറ്റൂല, സൂക്ഷ്മ കാഴ്ചകൾ കാണാൻ പറ്റില്ല. ഒരു ദൂരത്തിനപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റും. ചില ജീവികൾക്ക് കുറെ ദൂരം കാണാം. ആനക്കൊക്കെ ഒരുപാട് ദൂരം നിന്നുള്ള ശബ്ദം കേൾക്കാനും തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. അപ്പോ ഈ ആൾക്ക് ദിവ്യ ദൃഷ്ടി കിട്ടും. അയാൾക്ക് എല്ലാം കാണാം. അയാൾ നോക്കുമ്പോ എവിടെയും എന്താണ് ഈ കൊറോണ വൈറസ് പോലെയുള്ള വിചിത്ര ജീവികൾ ഇങ്ങനെ ഇഴഞ്ഞ് കയ്യിലും കാലിലും മൊത്തം. എല്ലാത്തിലും കാണാം. അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അയാള് ആത്മഹത്യ ചെയ്യാണ്. അതാണ് എന്റെ കഥ. ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി എന്തിനാണ് ഇത് എഴുതിയത്? രാത്രി കുത്തിയിരുന്നിട്ട്. അപ്പൊ അയാളുടെ ഉള്ളിലുള്ള ഒരു ജന്മവാസന, അതിനെയാണ് ഞാൻ ജനിതക പ്രേരണ എന്ന് പറഞ്ഞത്. ആ ഒരു ജന്മവാസന ഉള്ളിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇരുന്നിട്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ പിന്നെ ഒരു കഥയോ നോവലോ ഉണ്ടാവുന്നതിന്റെ പിന്നിൽ വലിയ പണിയുണ്ട്. ഒരു നോവൽ എഴുതുമ്പോ 3 വർഷം ഇരുന്നിട്ടാണ് ഞാൻ മരക്കാപ്പുറത്തേക്ക് എഴുതിയത്. ജന്മകഥ എഴുതാനും 2.5 കൊല്ലം ഇരുന്നു. നമ്മൾ 2.5 കൊല്ലം ഇരിക്കണ്ടേ? എളുപ്പമല്ല ഒരു നോവൽ എഴുതുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. നമ്മളെല്ലാം മാറ്റിവെച്ച് ഇരുന്ന് ഇതിങ്ങനെ മനസ്സിൽ തപിച്ച് ഇതൊക്കെ എഴുതി. ഒരു കഥ എഴുതുമ്പോൾ ചിലപ്പോൾ 3-4 ആഴ്ചക്ക് 2-3 ആഴ്ചക്ക് വരും. 2 മത്സ്യങ്ങൾ ഒറ്റയടിക്ക് എഴുതിയെങ്കിലും അത് പകർത്തി വീണ്ടും പകർത്തി വരുമ്പോ ഒരു ആഴ്ചയോ 10 ദിവസം കിട്ടും. പ്രാണവായു ഒറ്റയടിക്ക് രാത്രി എഴുതി രാവിലെ അയച്ചു വിട്ടു, പെട്ടെന്ന് തീർന്നു. പക്ഷെ പെട്ടെന്ന് അങ്ങനെ തീർന്നാലും എഴുതിയാലും അത് പെട്ടെന്ന് എഴുതിയ കഥയല്ല. അത് 2 മത്സ്യങ്ങൾ ഒറ്റയടിക്ക് എഴുതി, പക്ഷെ ഒറ്റയടിക്ക് എഴുതിയതല്ല എന്ന് പറയണം. കാരണം എന്താ അറിയോ? 10-40 കൊല്ലമായിട്ട് എഴുതുന്ന ഒരാള് നിരന്തരം അനുശീലനം കൊണ്ട് വേഗം എഴുതാൻ പഠിച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയെടുത്ത്, എഴുത്തിനുള്ളൊരു രീതി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഇപ്പോ അനായാസമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്, ഞാൻ കുറെ കാലം ക്ലാസ്സുകളൊക്കെ കൈകാര്യം ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലക്കാണ്, അല്ലെ? അല്ലാതെ ഒരാൾക്ക് പെട്ടെന്ന് പറയാൻ കിട്ടണമെന്നില്ല. ഏത് ചോദ്യം ചോദിക്കുമ്പോഴും പറയാൻ പറ്റണമെന്നില്ല, അല്ലെ? അപ്പൊ അതുപോലെ കഥ നമ്മൾ എഴുതുന്നത് കുറെ കാലം പരിശീലിച്ചത് കൊണ്ടാണ്. ഇപ്പൊ ജന്മവാസന മാത്രം പോരാ, നിരന്തരമായ അഭ്യാസം വേണം. നല്ലൊരു പാട്ടുകാരൻ ഉണ്ടാകുന്നത്, യേശുദാസ് ഉണ്ടാകുന്നത് ജന്മവാസന കൊണ്ട് മാത്രമല്ല, പിന്നെ നിരന്തരമായ അഭ്യാസം വേണം, പരിശീലനം വേണം. ഈ രണ്ടും ചേരുമ്പോൾ ആണ് നല്ല രചനകൾ ഉണ്ടാവും. ഓക്കെ. നമസ്കാരം മാഷെ, എന്റെ പേര് ആദർശ്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാഷിന്റെ അധികം കഥകളിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഗ്രാമീണ പശ്ചാത്തലങ്ങളാണ്. ഇതിനെ കുറിച്ച് മാഷിന് പറയാനുള്ളത് എന്താണ്?
ഞാൻ ജനിച്ചത് ഒരു കുഗ്രാമത്തിലാണ്. റോഡ് പോലും ഉണ്ടായിരുന്നില്ല ആദ്യകാലം. ചുറ്റും നിറയെ തെയ്യങ്ങളുള്ള വീടുകളായിരുന്നു, തറവാടുകളായിരുന്നു. അതുകൊണ്ട് എന്റെ കഥകളിൽ മുഴുവൻ തെയ്യങ്ങളാണ്. ഒരുപാട് തെയ്യങ്ങൾ എന്റെ കഥകളിൽ. പ്രകൃതിയുണ്ട്, ചുറ്റും പ്രകൃതിയാണ്, തോടുകളും പുഴകളും ഒക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു നാട്ടിൽ, കുഗ്രാമത്തിൽ ജനിച്ചത് കൊണ്ടായിരിക്കാം എന്റെ കൃതികളിൽ കൂടുതൽ കൂടുതൽ പച്ച, പ്രകൃതി, നാട്ടിൻപുറം ഒക്കെ വരുന്നത്. പക്ഷേ എന്റെ പേര് അദ്വൈത്. ഞാൻ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാഷിനോടുള്ള എന്റെ ചോദ്യം ഇതാണ്: മാഷിന്റെ വീട്, കുടുംബം, സ്കൂൾ, പഠനകാലം ഇവയെല്ലാം മാഷിനുള്ളിലെ എഴുത്തുകാരനെ രൂപപ്പെടുത്തുന്നതിൽ എത്രമാത്രം സഹായിച്ചിട്ടുണ്ട്? ഇതൊക്കെ സഹായമായിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയും പുരാണ കൃതികളൊക്കെ വായിക്കുന്ന ആള്. കുട്ടിക്കാലത്തെ അത് കേട്ടിട്ടാണ് വളർന്നത്. അത് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ എന്റെ ജ്യേഷ്ഠൻ ബാലകൃഷ്ണൻ മാങ്ങാട് ജീവിച്ചിരിക്കില്ല. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം വീട്ടിലായിരുന്നില്ല, ദൂരദേശങ്ങളിലായിരുന്നു. അദ്ദേഹം പ്രചോദിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വായിച്ച ഒരുപാട് എഴുത്തുകാർ, ബഷീറും കുഞ്ഞിരാമൻ നായർ അടക്കമുള്ള എഴുത്തുകാരൊക്കെ നമ്മളെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാവാം. എന്റെ കുടുംബം, എന്റെ ഭാര്യ, പിന്നെ ഞാൻ എഴുതുന്നതൊക്കെ ആദ്യം വായിച്ചു നോക്കുന്നത്, എന്റെ നോവലുകളും കഥകളും ലേഖനങ്ങളും ആദ്യം വായിച്ചു നോക്കുന്നത് അവളാണ്. വായിച്ച് ഒരു അഭിപ്രായം പറഞ്ഞ് കേട്ടതിന് ശേഷം മാത്രമേ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാറുള്ളൂ. അതുകൊണ്ട് എനിക്ക് കുടുംബത്തിലും പുറത്തുമൊക്കെ എന്റെ സുഹൃത്തുക്കൾ ചിലർ വായിക്കും, അഭിപ്രായം പറയും. അങ്ങനെ ആണ് രചനകൾ ഉണ്ടാവുന്നത്. ഓക്കെ. ഒരുപാട് നന്ദിയുണ്ട് മാഷെ. ഇന്ന് ഞങ്ങൾ MGM കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. കാരണം ഞങ്ങൾ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന സാറ് ഇന്ന് ഞങ്ങളോടൊപ്പം സംവദിക്കാൻ ഞങ്ങളോട് കൂടി ആയിരിക്കുകയാണ്. ഇത്രയേറെ തിരക്കുള്ള ഒരു സാഹചര്യത്തിലായിരുന്നിട്ടും ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് സമയം മാറ്റിവെച്ചു. അങ്ങയുടെ എഴുത്തിനെ പറ്റിയും കുടുംബത്തെ പറ്റിയും എഴുത്തിലേക്ക് സ്വാധീനിച്ച ഘടകങ്ങളെ പറ്റിയും എഴുതാൻ, ഒരു കഥയെഴുത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരുപാട് മുന്നറിവുകളും അറിവുകളും എല്ലാം ലഭിച്ചു ഇന്നത്തെ സംവാദത്തിലൂടെ. ഞങ്ങൾക്ക് അറിയാത്ത ഘടകങ്ങളെ പറ്റി ഈ സംവാദം ഞങ്ങൾ വിദ്യാർത്ഥികളെ ഒരുപാട് സഹായിച്ചു. അങ്ങയുടെ എഴുത്ത്, നോവലുകളെ പറ്റിയും കഥകളെ പറ്റിയും അങ്ങ് എങ്ങനെയാണ് എഴുതുന്നതിനെ പറ്റിയും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ MGM കുടുംബത്തിലെ ഓരോ അംഗങ്ങളുടെ പേരിലും, ഞങ്ങളുടെ പ്രിൻസിപ്പാളിന്റെ പേരിലും, ഞങ്ങളുടെ മാനേജറിന്റെ പേരിലും, ഞങ്ങൾ വിദ്യാർത്ഥികൾ ഓരോരുത്തരുടെ പേരിലും അങ്ങയോട് വളരെ വലിയ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഇന്ന് ഈ അവസരം ഒരുക്കി തന്ന ഞങ്ങളുടെ മാനേജർ ശ്രീ സക്രിയ VM-ന്, ഞങ്ങളുടെ പ്രിൻസിപ്പൽ ശ്രീ മാത്യു സിക്രിയയ്ക്കും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. നന്ദി. ഞാൻ വളരെ സന്തുഷ്ടനാണ്. ഞാനിപ്പോ ഒരുപാട് ഓൺലൈൻ മീറ്റിങ്ങുകൾ പങ്കെടുക്കാറുണ്ട്. ഇന്ന് തന്നെ 5 or 6 ഗൂഗിൾ മീറ്റ് ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ 19-ന് എനിക്ക് 10 ഗൂഗിൾ മീറ്റിംഗ് ആയിരുന്നു. പലതും സ്കൂളുകളായിരുന്നു. ഒരു കാര്യം തുറന്നു പറയട്ടെ, നിങ്ങളെപ്പോലെ വളരെ പ്രൊഫഷണലായ കുട്ടികളെ, മിടുക്കികളായ കുട്ടികളെ മറ്റ് ഇതുവരെ വന്ന ചർച്ചയിലൊന്നും ഇത്രത്തോളം മിടുക്കികളെയും മിടുക്കന്മാരെയും കണ്ടിട്ടില്ല. പിന്നെ നിങ്ങളുടെ പ്രൊഫഷണലിസം സൂപ്പറാണ്. നിങ്ങളുടെ അധ്യാപകരെയും മാനേജ്മെന്റിനെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഏറ്റവും ഒടുവിൽ സംസാരിച്ച കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു. ആ കുട്ടി തന്നെ എത്ര മികച്ച നിലയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലായി. നിങ്ങൾ ധാരാളം വായിക്കുക, ധാരാളം ചർച്ച ചെയ്യുക. പുസ്തകങ്ങളൊക്കെ സ്വന്തമായിട്ട്, എൻമകജയെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. എൻമകജയുടെ വരുമാനം മുഴുവൻ ഞാൻ ഏതാണ്ട് 7 ലക്ഷത്തോളം രൂപ ചികിത്സക്ക് കൊടുത്തു. അപ്പൊ നിങ്ങളൊരു പുസ്തകം വാങ്ങുമ്പോൾ അതിന്റെ റോയൽറ്റി മുഴുവൻ രോഗികൾക്കാണ് പോകുന്നത്. എനിക്ക് കിട്ടില്ല, ഞാൻ എടുക്കാറില്ല. എന്റെ കയ്യിലേക്ക് വരും, ഞാൻ രോഗികൾക്ക് പോകും. അപ്പൊ ഒരു പുസ്തകം എൻമകജ വാങ്ങുന്നത് പോലും പുണ്യപ്രവൃത്തിയാണ്. എൻഡോസൾഫാനെ കുറിച്ച് വേറെയും ചില പുസ്തകങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിന്റെയൊക്കെ റോയൽറ്റി എങ്ങനെയാണ് പോകുന്നത്. അപ്പൊ പുസ്തകങ്ങളൊക്കെ എൻമകജയൊക്കെ വാങ്ങുന്നത് തന്നെ ഒരു പുണ്യകർമ്മമാണ് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത്തരം പുസ്തകങ്ങൾ ധാരാളം വായിക്കാനും ധാരാളം മനസ്സിലാക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് നന്മ, സ്നേഹം, വിനയം, ക്ഷമ ഇത്യാദി വികാരങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഇതൊക്കെ വായന കൊണ്ട് വർദ്ധിക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.
സാറേ ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ ഇത്രയും സമയം ചെലവഴിച്ചതിന്. ചുരുങ്ങിയ സമയത്തിൻ്റെ സാറിൻ്റെ സമയപരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളുടെ ഇത്രയും സമയം സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ ഒരു പ്രത്യേക കാര്യം സാറിനെ അറിയിക്കട്ടെ. പിന്നെ ഈ വായനാ വാരാഘോഷത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ കുട്ടികൾ സാറിൻ്റെ ഒട്ടുമിക്ക കൃതികളും വായിച്ചു തീർത്തു എന്നുള്ള ഒരു സന്തോഷം കൂടി ഞങ്ങൾ സാറിനെ അറിയിക്കാൻ വേണ്ടി ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ മറ്റ് സാറ് അവരുടെ ആശയങ്ങൾ, അവർക്ക് വന്നിട്ടുള്ള ആ കൃതികൾ വായിച്ചപ്പോൾ ഉണ്ടായ സംശയങ്ങൾ ഒക്കെ ഈ ഒരു ചർച്ചയിലൂടെ അവർക്ക് ദൂരീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ സാറിൻ്റെ ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് MGM കുടുംബത്തിൻ്റെ, MGM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. താങ്ക് യു സാർ.